നിങ്ങൾ എത്ര നിയമപരമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാലും അവളുടെ യഥാർത്ഥ അവകാശികൾക്ക് നിങ്ങൾ അവളെ തിരിച്ചു കൊടുത്തേ പറ്റൂ. ഇനി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ചിപ്പി മോളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്റെ കൂടെ ഉണ്ടാവും. അത് മറക്കണ്ട. അമ്മയുടെ അർച്ചനമോളെ ഞാൻ കൊണ്ടുവരാം. ദേ ഇപ്പൊ ഈ മരുന്ന് കഴിച്ചേ. ഞാനല്ലേ പറയുന്നേ. നീ കള്ളം പറയാ. നീ എന്റെ മോളെ കൊണ്ടുവരത്തൊന്നുമില്ല. അല്ലമ്മേ, ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ ഈ മരുന്ന് കഴിക്കേ. ദേ അമ്മ ഈ മരുന്ന് കഴിച്ചാ വേഗം പോയി അമ്മയുടെ അർച്ചനമോളെ ഞാൻ കൊണ്ടുവരും. കൊണ്ടുവരൂ? ഉറപ്പാണല്ലോ? ഉറപ്പ്. കഴിക്കേ. സാരല്ലമ്മേ. ഇപ്പൊ തന്നെ പോയി എന്റെ മോളെ കൊണ്ടുവരണേ. കൊണ്ടുവരാം. ഇനി അമ്മ കുറച്ചു നേരം കിടന്നോ. മോളെ ദാ. അവള് വരും. എന്റെ മോൻ അവളെ കൊണ്ടുവരും. എന്നെ കണ്ടപ്പോ ഒന്ന് ഞെട്ടിയോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്ന മേഡത്തിന്റെ ഒരു നല്ല സുഹൃത്താ. ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മില് പഴയ ചില ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ. നമ്മള് തമ്മിൽ എന്ത് ഇടപാട്? പണ്ട് ഞാൻ സാറിന് എഴുതി തന്നിട്ടുള്ള ഒരു കടലാസിന്റെ പേരിലാണോ? അതിനൊരു വിലയില്ലെന്ന് സാറിന് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ? അയ്യോ, പണ്ട് മേഡം എന്റെ പേരിൽ എഴുതുന്ന ആ ഷെയറുകളെ കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത്. പിന്നെ ഈ വീടിന് എന്ത് വില വരും? സാർ എന്താ റിയൽ എസ്റ്റേറ്റ് കച്ചവടം തുടങ്ങിയോ? റിയൽ എസ്റ്റേറ്റ് അല്ല, എന്നാലും ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കച്ചവടത്തിന്റെ കാര്യം പറയാനാ. ആ കച്ചവടത്തിന്റെ മുതലാളി മേഡം ആയിരുന്നല്ലോ. അനാവശ്യമായിട്ട് നിങ്ങളോട് സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് വന്നതുപോലെ തിരിച്ചു പോകുന്നതാ സാറിന് നല്ലത്. ഞാൻ വെറുതെ കാറ്റോളനാണ് വന്നെന്ന് മേഡത്തിനോട് ആരാ പറഞ്ഞത്? ഞാനൊരു കേസിനെ കുറിച്ച് അന്വേഷിക്കാനാ വന്നത്. അമ്മാവന്റെ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് സാറാണെന്ന് എനിക്കറിയാം. സുഗതൻ മേനോൻ നിങ്ങളുടെ ആയുധമാണെന്നും അന്നേ ഞാൻ സംശയിച്ചിരുന്നു. അയ്യോ, ഇത് അമ്മാവന്റെ കേസല്ല, എന്റെ കേസാ. അന്നൊരു ദിവസം രാത്രി ഞാൻ ജീപ്പിൽ വരുമ്പോ കുറെ ഗുണ്ടകൾ ചേർന്ന് എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസുണ്ടല്ലോ. ഞാൻ ആ കേസെ വീണ്ടും റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാന്ന് വെച്ചു. സാറിനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ അത് സാറിന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോ എപ്പോഴെങ്കിലും അതൊക്കെ തിരിച്ചു കിട്ടുന്ന ഓർക്കണം. പക്ഷേ അതിനിപ്പോ ഞാനുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം ഒരു കൊലക്കേസ് പ്രതികളായ 2 ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാ അവര് പറഞ്ഞത് അന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് മൂർത്തി പറഞ്ഞിട്ടാണെന്ന്. മൂർത്തി എന്നെ കൊല്ലാൻ പറഞ്ഞെങ്കിലും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മേഡം തന്നെ ആയിരിക്കുമല്ലോ. അതന്വേഷിക്കാനാ ഞാൻ വന്നത്. എന്തിനായിരുന്നു മേഡം മൂർത്തിയെ കൊണ്ട് അന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? ഹലോ അങ്കിൾ. ഹായ്. എന്തൊക്കെയുണ്ട് ചിപ്പി മോളെ വിശേഷം? ഫൈൻ. അങ്കിളെ, മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് മോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഗൗരി മോളെ മോക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇനി എപ്പോ വേണമെങ്കിലും മോക്ക് ഗൗരി മോളെ വന്ന് കാണാം. വേണമെങ്കില് അങ്കിള് തന്നെ ഇപ്പൊ കൊണ്ടുപോവാ. ആണോ? അമ്മേ, നമ്മ
നമുക്ക് അങ്കിളുടെ ആശുപത്രി പോയി ഗൗരിയെ കാണാം. അതൊന്നും ഇപ്പൊ വേണ്ട. മോളകത്തേക്ക് ചെല്ല. അപ്പ ഗൗരിയെ കാണാൻ പോണ്ടേ? അതൊക്കെ പിന്നെ കാണാം. ഇപ്പൊ മോളകത്തേക്ക് ചെല്ല. അവന്തിക മേഡത്തിന് മൊത്തത്തിൽ ഇപ്പൊ കഷ്ടകാല. അനിരുദ്ധം കേസിൽ ശിക്ഷിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. പിന്നെ നെല്ലിശ്ശേരി കേസിൽ ഇപ്പൊ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുകയും ചെയ്യും. ചിലപ്പോ ഈ വീട് പോലും പോയെന്ന് വരും. അത് കൂടാതെ ഇപ്പൊ എന്നെ കൊല്ലാൻ ശ്രമിച്ച കേസും. അതിന്റെ കൂടെ ഈ മോളെയും കൂടെ നഷ്ടപ്പെട്ട അത് മേഡത്തിന് താങ്ങാൻ പറ്റുമോ? നിങ്ങൾ എന്താ പറഞ്ഞേ? എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുന്നോ? എല്ലാം ഞാൻ സഹിക്കും. എന്റെ മോളെ വെച്ച് കളിച്ചാലുണ്ടല്ലോ, ഈ അവന്തികയുടെ വിശ്വരൂപം നിങ്ങൾ കാണും. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ആർക്ക് സാധിക്കില്ല. അകലോ അടുക്കോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ പാവം കുഞ്ഞിനെ വെച്ച് ഒരു ഗെയിമും കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിന്റെ യഥാർത്ഥ അവകാശികൾ അധികം താമസിക്കാതെ തന്നെ നിങ്ങളെ അന്വേഷിച്ചു വരും. ആ കുഞ്ഞിനെ കൊണ്ടുപോവാൻ. അവൾക്ക് ഒരു അവകാശികളും ഇല്ല. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയിട്ടാ അവളെ ഞാൻ എന്റെ മോളായിട്ട് സ്വീകരിച്ചത്. ജീവിച്ചിരിക്കുന്ന അവളുടെ ഒരേ ഒരു അവകാശി ഞാൻ മാത്രമാ. അവിടെ നിങ്ങൾക്ക് തെറ്റി. ചിപ്പിമോളുടെ യഥാർത്ഥ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അവൾക്ക് ജന്മം നൽകിയ അച്ഛൻ അവളെ അന്വേഷിക്കുന്നുമുണ്ട്. പക്ഷെ ഇപ്പോഴും നഷ്ടപ്പെട്ടുപോയി ആ കുഞ്ഞ് ആരുടെ കയ്യിലാണുള്ളതെന്ന് അവർക്കാർക്കും അറിയില്ല. അതറിയാവുന്നത് എനിക്ക് മാത്രം. എല്ലാം നഷ്ടപ്പെടാനോടൊപ്പം ജീവനെപ്പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ എത്ര നിയമപരമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാലും അവളുടെ യഥാർത്ഥ അവകാശികൾക്ക് നിങ്ങൾ അവളെ തിരിച്ചു കൊടുത്തേ പറ്റൂ. ഇനി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ചിപ്പിമോളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്റെ കൂടെ ഉണ്ടാവും. അത് മറക്കണ്ട. മോൾക്ക് യഥാർത്ഥ അവകാശികളോ? ഇല്ല, അവളുടെ അമ്മയും അച്ഛനും എല്ലാം ഞാനാ. വേറെ ആരും അവളുടെ മേൽ അവകാശം സ്ഥാപിച്ചു വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല.